നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC പരീക്ഷയും അതുപോലെ തന്നെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടെയുള്ള 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയും കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർഷം പ്രധാനമായും പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നിയമനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റ് പ്രകാരമുള്ള 2026 വരെ ആ ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. പക്ഷെ ഈ വർഷം അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷം അതിന്റെ 2 ലെവൽ ഓഫ് പ്രിലിംസും മെയിൻസും കൂടെ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ 2026 കൂടി പുതിയ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരാനും നിയമനങ്ങൾ നടത്താനും സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ജോലിയെ കുറിച്ച് സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള എക്സ്പോഷർ ഉള്ള ഈ ജോലിയെ കുറിച്ച് പല ഉദ്യോഗാർത്ഥികൾക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഈ ഒരു തസ്തികയുടെ ജോബ് നേച്ചർ എന്താണ്, പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ്, അതിനൊരു സ്കെയിൽ ഓഫ് പേ എത്ര രൂപ നമുക്ക് മാസാമാസം കയ്യിൽ ശമ്പളമായിട്ട് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പല ഉദ്യോഗാർത്ഥികളും കഴിഞ്ഞ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് മറ്റും ചോദിച്ചിരുന്നു. അവരുടെ എല്ലാവരുടെയും ഡൗട്ട്സ് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നമുക്കറിയാം, ഈ ഒരു തസ്തികയുടെ പേര് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നുള്ളതാണ്. കാരണം ഇത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിലോട്ട് മാത്രമുള്ള ഒരു പരീക്ഷയല്ല, മറ്റുള്ള ചില വകുപ്പുകളിലോട്ടും കൂടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോട്ടും കൂടെ ഈ ഒരു പരീക്ഷയിലൂടെയാണ് നിയമനം നടക്കുന്നത്. നമ്മൾ പൊതുവെ ഈ ഒരു പരീക്ഷയെ ഓമന പേരിട്ട് വിളിക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ കാണുന്ന 6 സ്ഥാപനങ്ങളിലെ വകുപ്പുകളിലാണ് നമുക്ക് നിയമനം ലഭിക്കുന്നത്. ഒന്ന്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്. ആ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കേരളത്തിലെ ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിന് പുറമെ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, PSC ലോട്ടുള്ള നിയമനം ഇതിലൂടെയാണ് നടക്കുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം, AG's ഓഫീസ് എറണാകുളം, അവിടെയും ഇതിലൂടെയാണ് നിയമനം നടക്കുന്നത്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഓഫ് ദി വിജിലൻസ് ട്രിബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ്. ഈ 6 ഓഫീസുകളിലോട്ടും അല്ലെങ്കിൽ ഈ 6 വകുപ്പുകളിലോട്ടും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോട്ടും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തിക അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയിലൂടെയാണ് നിയമനം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വകുപ്പിനനുസരിച്ച് ഇപ്പോ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, അല്ലെങ്കിൽ AG's ഓഫീസ് ആവട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ആവട്ടെ, ഇവിടെ എല്ലാവരെയും അസിസ്റ്റന്റ് എന്നല്ല വിളിക്കുന്നത്. അപ്പൊ ചില സ്ഥലത്ത് ഓഡിറ്റർ എന്നായിരിക്കും, ചില സ്ഥലത്ത് അസിസ്റ്റന്റ് എന്നായിരിക്കും. അപ്പൊ തസ്തികയ്ക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എവിടെയാണോ നിയമനം ലഭിക്കുന്നതനുസരിച്ചിട്ട് അതിനനുസരിച്ച് ഈ പോസ്റ്റിന്റെ പേര് മാറ്റം വരും. ഒന്നെങ്കിൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നുള്ളതാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ്, ഭരണസിരാ കേന്ദ്രമായുള്ള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, അവിടെയാണ് നമുക്ക് നിയമനം ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊമോഷൻ സ്കോപ്പ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ളതാണ് അതിന്റെ ഒരു തസ്തികയുടെ പേര്. അസിസ്റ്റന്റ് എന്നുള്ളതാണ്, അതൊരു നോൺ ഗസറ്റഡ് കേഡർ ആണ്, ഒരു സബോർഡിനേറ്റ് സർവീസിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് അസിസ്റ്റന്റ് എന്നുള്ളത്. ക്ലറിക്കൽ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു തസ്തികയിൽ നിന്ന് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു അടുത്തൊരു പ്രൊമോഷൻ, അതായത് അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരാളും അദ്ദേഹത്തിന് ലഭിക്കാവുന്ന അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് സീനിയർ ഗ്രേഡ് ആണ്. സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് എന്ന് പറയും. അതുപോലെ തന്നെയാണെങ്കിൽ രണ്ടാമത്തത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. ഇതാണ് ഇവർക്ക് ഈ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളുകൾക്ക് ആദ്യം ലഭിക്കുന്ന 2 പ്രധാനപ്പെട്ട പ്രൊമോഷൻസ് ആണ്. ഒന്ന്, ഗ്രേഡിലുള്ള മാറ്റമാണ് പ്രധാനമായിട്ടും, സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആയിട്ട്, അതുപോലെ തന്നെയാണെങ്കിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയിട്ട്. ഇതെല്ലാം സബോർഡിനേറ്റ് സർവീസിന്റെ ഭാഗമായിട്ടുള്ളതാണ്, നോൺ ഗസറ്റഡ് കേഡർ ആണ്. എന്നാൽ പിന്നീട്, അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം പറയുന്നത് കേട്ടോ, അതായത് ഒരു 10-12 വർഷങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും പലപ്പോഴും 14-15 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനമായിട്ടും അടുത്ത പ്രധാനപ്പെട്ട തസ്തികയിലോട്ടുള്ള ഒരു പ്രൊമോഷൻ വരുന്നത്. ആ അടുത്ത പ്രധാനപ്പെട്ട തസ്തിക എന്ന് പറയുന്നത് സെക്ഷൻ ഓഫീസർ ആണ്. ഈ സെക്ഷൻ ഓഫീസർ ആകുന്നതോടുകൂടി അദ്ദേഹം നോൺ ഗസറ്റഡ് കേഡറിൽ നിന്ന് ഗസറ്റഡ് കേഡറിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തൊട്ട് മേലോട്ടുള്ളത് മുഴുവൻ ഗസറ്റഡ് കേഡർ ആണ്, സ്റ്റേറ്റ് സർവീസ് ആണ്. അതുകൊണ്ട് തന്നെ സാലറിയിലും പ്രൊമോഷനിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. അപ്പൊ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന് ആ അസിസ്റ്റന്റിൽ നിന്ന് തന്നെ 2 ലെവൽ ഓഫ് പ്രൊമോഷൻ ഉണ്ട്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷൻ ഓഫീസർ ആണ്. അതൊരു 10 to 15 years 10-15 വർഷം അതിനിടയ്ക്കാണ് ഈ ഒരു പ്രൊമോഷൻ നടക്കുന്നത് മനസ്സിലാക്കാം. പിന്നീട് അണ്ടർ സെക്രട്ടറി, അതുപോലെ തന്നെയാണെങ്കിൽ അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡ്, പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി, പിന്നെ ജോയിന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ അഡീഷണൽ സെക്രട്ടറി, ഏറ്റവും ലാസ്റ്റ് ആയിക്കൊണ്ട് സ്പെഷ്യൽ സെക്രട്ടറി. ഒരു നോൺ IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നോൺ IAS തസ്തികയിൽ ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന തസ്തികയാണ് സ്പെഷ്യൽ സെക്രട്ടറി എന്ന് പറയുന്നത്.
അസിസ്റ്റന്റ് ആയിട്ട് സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്ത എല്ലാ ആളുകളും സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടല്ല വിരമിക്കുന്നത്. എല്ലാ ആളുകൾക്കും സ്പെഷ്യൽ സെക്രട്ടറി ആവാനും കഴിയില്ല. ഓരോരുത്തരുടെ സർവീസിനനുസരിച്ചിട്ടും നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഈ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തത് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ സ്പെഷ്യൽ സെക്രട്ടറി ആവുമോ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് വിരമിക്കുമോ അല്ലെങ്കിൽ ഇതിൽ ഏത് റാങ്കിൽ വെച്ച് നിങ്ങൾ വിരമിക്കുമോ എന്നുള്ളത് തീരുമാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മാക്സിമം അതായത് 20-21 വയസ്സിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം സ്പെഷ്യൽ സെക്രട്ടറി വരെ ആവാനുള്ള സാധ്യത പ്രൊമോഷണൽ സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് സെക്രട്ടറിയുടെ അസിസ്റ്റന്റിന്റെ കാര്യമാണ്. ഇനി PSC യെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ PSC ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഹെഡ് ആയിട്ടുള്ള PSC സെക്രട്ടറി, ആ PSC സെക്രട്ടറി എന്ന് പറയുന്ന തസ്തികയും ഇത്തരത്തിൽ PSC അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളാണ് പ്രൊമോഷൻ ലഭിച്ച് ആ തസ്തികയിലെത്തുന്നത്. അപ്പോൾ PSC-യിലാണ് നിയമനം ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഉയർന്ന തസ്തിക എന്ന് പറയുന്ന PSC സെക്രട്ടറിയാണ്. അങ്ങനെ ഓരോ വകുപ്പിലും ഞാൻ നേരത്തെ പറഞ്ഞ 6 സ്ഥാപനങ്ങൾ പറഞ്ഞില്ലേ, അതിൽ ഏതൊക്കെ വകുപ്പിലാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത് അതിലെല്ലാം നോൺ IAS തസ്തികയിൽ നിങ്ങൾക്ക് നിയമനം ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന തസ്തിക ഈ ഒരു അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയോടെ ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിനപ്പുറത്തേക്ക് ഇതിനൊരു സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ സാലറി സ്കെയിൽ ആണെങ്കിൽ മറ്റുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ഉയർന്ന ഒരു സാലറി സ്കെയിൽ തന്നെയാണ് ഇത് ലഭിക്കുന്നത്. നിലവിൽ ഇതിന്റെ അതായത് മാറിയ പേ സ്കെയിൽ പ്രകാരം 39,300 തൊട്ട് 83,000 വരെയാണ് ഇതിനൊരു ബേസിക് പേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ 39,300ന്റെ കൂടെ DAയും HRAയും കൂടെ ഒക്കെ ചേർന്ന് വരുമ്പോൾ ഏറെക്കുറെ 46 തൊട്ട് 47,000 രൂപ വരെ മാസം സാലറി ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഓക്കെ, അത് ഇനി DAയിലുള്ള നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് DAയുടെ ഒക്കെ ഇത് കൂട്ടുവാണെങ്കിൽ ശതമാനം കൂട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും 50,000-ൽ കൂടുതൽ തുടക്കത്തിൽ തന്നെ സാലറി ലഭിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊമോഷൻ അനുസരിച്ചിട്ട് ഓരോ ലെവല് മാറുന്നതിനനുസരിച്ച് ഓരോ പ്രൊമോഷൻ സാധ്യതയിലൂടെ നിങ്ങൾ എത്തുമ്പോൾ അവസാനം സ്പെഷ്യൽ സെക്രട്ടറിക്ക് എത്തുന്ന സമയത്ത് 1 ലക്ഷത്തിൽ കൂടുതലാണ് അതിനൊരു ബേസിക് പേ എന്ന് പറയുന്നത്. 1,20,000-ൽ കൂടുതൽ തന്നെ അതിന് ബേസിക് പേയിലോട് കാര്യങ്ങളിലോടൊക്കെ എത്തുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും നല്ല ഉയർന്ന സാലറി ഉള്ള സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു വകുപ്പായിട്ട് അല്ലെങ്കിൽ ഒരു തസ്തികയായിട്ട് ഈ സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് പോലെ എടുത്ത തസ്തിക മാറുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പരീക്ഷയെ വളരെ സീരിയസ് ആയിട്ട് കാണാം. മറ്റുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അല്പം സ്റ്റാൻഡേർഡ് കൂടിയ നല്ല രീതിയിൽ കഷ്ടപ്പെടാൻ മാത്രം ലഭിക്കുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. മറ്റുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ വേക്കൻസികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നല്ല രീതിയിലുള്ള റാങ്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാൻ സാധിക്കും. ഉയർന്ന കട്ട് ഓഫ് ഒന്നും വരാറില്ല. 40-ന്റെയും 50-ന്റെയും ഇടയിലൊക്കെ തന്നെയാണ് ഇതിന് പ്രിലിംസിന്റെ കട്ട് ഓഫ് വരാറുള്ളത്. പക്ഷേ ആ 40-50 മാർക്കിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കഷ്ടപ്പാട് തന്നെയാണ്. അതിന് മുൻകൂട്ടിയുള്ള പഠനം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ബാച്ച് ലോങ് ടേം ബാച്ച് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത വർഷത്തെ ഡിഗ്രി പ്രിലിംസിന്റെ കൂട്ടത്തിലായിരിക്കും ഇതിന് പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോകുന്നത്. SI-യുടെയും എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വർഷം April-May മാസത്തിൽ ഡിഗ്രി പ്രിലിംസ് 2025 നടക്കുന്നതായിരിക്കും. അക്കൂട്ടത്തിൽ ഈ പരീക്ഷയും ഉണ്ടാവും. അതിനുശേഷം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവുന്ന സമയത്ത് ഇതിന്റെ മെയിൻസ് പരീക്ഷയും നടക്കാനുള്ളതാണ് സാധ്യത. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. മറ്റുള്ള 10th ലെവൽ പ്ലസ് 2 പരീക്ഷയെ പോലെയല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡെപ്തിലുള്ള NCERT പാഠപുസ്തകങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയുള്ള പഠനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പഠനം ആരംഭിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും റിവിഷനിലൂടെ എത്തുന്ന രീതിയിലൂടെ വേണം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.